മരുന്നുകളില്ല. അതായത് പഞ്ചമഹാഭൂതം കൊണ്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു വ്യക്തിയെ ചികിത്സിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ ഒരു മോഡേൺ അപ്രോച്ച് ഓഫ് നാച്ചുറോപ്പതി, അല്ലെങ്കിൽ നിങ്ങളെ ഒരു ചെടിയായിട്ട് സങ്കല്പിച്ച് കഴിഞ്ഞാൽ ഈ ചെടി ചില സമയത്ത് നമ്മൾ വളം ഇട്ട് കൊടുക്കില്ലേ, പിന്നീട് അത് നമ്മുടെ കംഫർട്ട് സോണായി മാറി എന്നുള്ളതാണ്. ശരിക്കും ഇതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല. ഡ്രസ്സ് ഇതെല്ലാം നമുക്ക് ഈ കഴിക്കാനുള്ളത് എൻ്റെ ഇമോഷണലി എന്നെ സാറ്റിസ്ഫൈ ചെയ്യുവാണോ അതോ എൻ്റെ ഫിസിക്കൽ നീഡാണോ? ഈ ഒരു കോട്ട് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ 50% പ്രശ്നം ഇന്ന് തന്നെ തീരും. ഇന്ന് ഇത്രയും ചോറ് കഴിക്കാനുള്ള അർഹത എനിക്കുണ്ടെന്ന് പറയും. അത്രയും പണി ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മളോട് ചോദിക്കേണ്ട ഒരേ ഒരു ക്വസ്റ്റ്യൻ, എനിക്ക് ഇത്രയും കഴിക്കാനുള്ള അർഹതയുണ്ടോ? അബാക് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ഒരു സെലിബ്രിറ്റി ഡോക്ടറാണ്, ഡോക്ടർ അഖില വിനോദ്. ഡോക്ടർ നമസ്തേ. നമസ്കാരം. ഡോക്ടർ ഈ നാച്ചുറോപ്പതി, അതേപോലെ തന്നെ ഇപ്പോൾ NLP, യോഗ, അങ്ങനെ വിവിധ മൊഡാലിറ്റികൾ ഡോക്ടർ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് സെലിബ്രിറ്റികൾ ഡോക്ടറിൻ്റെ പേര് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപിയുമായിട്ടുള്ള യോഗ, അല്ലെങ്കിൽ ഈ സംയുക്ത വർമ്മയുമായിട്ടുള്ള ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ ഡോക്ടറുടെ പേര്. അപ്പോൾ ഒരുപാട് ആളുകൾ ഡോക്ടറിൻ്റെ പേര് പറയുന്നുണ്ട്. എങ്ങനെയാണ് ഇതിലേക്ക് വന്നത് ഡോക്ടർ, ഈ നാച്ചുറോപ്പതി അല്ലെങ്കിൽ യോഗ ഇതിലേക്ക് വന്നത് എങ്ങനെയാണ് ഈ ഒരു സെലിബ്രിറ്റി ഡോക്ടറായിട്ട് മാറിയത് എങ്ങനെയാണ്? ഞാൻ അങ്ങനെ ഒരു സെലിബ്രിറ്റി പട്ടമൊന്നും ഞാൻ ആഗ്രഹിച്ച ആളല്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറയണ പോലെ അറിയാതെ പാൻഡമിക്കിൻ്റെ സമയത്ത് വന്ന് അറിയാതെ ക്ലിക്കായി പോയ ഒരാളാണ്. അറിയാതെ ക്ലിക്കായി പോയത്. നമ്മൾ പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒത്തിരി പ്ലാൻ ചെയ്ത് നമ്മൾക്ക് ഇങ്ങനെ ഒരു സ്ഥാപനം വേണം, അങ്ങനെയൊക്കെ ഒത്തിരി സ്വപ്നം കാണുന്നവർക്ക് ചിലപ്പോൾ അത് സാധിക്കണം എന്നില്ല. അപ്പോൾ എൻ്റെ മുത്തച്ഛൻ വൈദ്യനും യോഗിയായിരുന്നു. അപ്പോൾ എനിക്ക് പാരമ്പര്യമായിട്ട് നമ്മുടെ ബ്ലഡിൽ അതുണ്ട്. പിന്നെ ഞാൻ ഇവിടെ നാട്ടിൽ വന്ന് സെറ്റിലാവണമെന്ന് ആഗ്രഹിച്ചിട്ടേ ഇല്ല. ഞാൻ കുവൈറ്റിലായിരുന്നു 14 വർഷം. അപ്പോൾ അവിടെ നിന്ന് എനിക്കുണ്ടായ ഒരു പ്രശ്നം ഞാനൊരു ചാനലിൽ പറയും. അതായത് എനിക്ക് ആസിഡ് റിഫ്ലക്സ് GERD എന്ന് പറയുന്നൊരു പ്രശ്നം ഉണ്ടായി. അതേപോലെ തന്നെ ഞാൻ ചെയ്തൊരു ഫേസ് യോഗ, ഇങ്ങനത്തെ 2-3 വീഡിയോസ് വൈറലാവുന്നതിനെ തുടർന്ന് പേഷ്യൻസ് ഒത്തിരി വന്നതുകൊണ്ടാണ് എനിക്ക് തിരിച്ച് കുവൈറ്റിലേക്ക് പോകാൻ സാധിക്കാതിരുന്നത്. അങ്ങനെയാണ് ഞാൻ ഇതിനകത്തേക്ക് വന്നത്. പിന്നെ ഞാൻ ഈ കോഴ്സ് തിരഞ്ഞെടുക്കാൻ കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ ഇരുന്ന് ഉള്ള ജോലി ഒന്നും ഇഷ്ടമല്ല. ഞാൻ കുറച്ചൊരു മൂവിങ് പേഴ്സണാണ്. എനിക്ക് ആക്റ്റീവായിട്ടുള്ളൊരു ജോലി വേണമായിരുന്നു. അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ആയുർവേദമുണ്ട്, നാച്ചുറോപ്പതി ഉണ്ട്, അതിനകത്ത് BNYS എന്നാണ്. അപ്പം എനിക്ക് ക്യൂരിയോസിറ്റി, എന്താണ് ഈ BNYS? അപ്പോൾ ബാച്ചലർ ഓഫ് നാച്ചുറോപ്പതി ഇൻ യോഗിക് സയൻസസ് എന്നാണ്. അപ്പോൾ യോഗ അതിനകത്തുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ ആദ്യം കലാമണ്ഡലത്തിൽ ചേർന്ന്, ഞാൻ ഡാൻസ് പഠിച്ച ഒരാളാണ്, കലാമണ്ഡലത്തിൽ ചേർന്ന് അങ്ങനെ പോകാനായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. അപ്പോൾ അച്ഛൻ പറഞ്ഞു പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു കോഴ്സ് പഠിക്കണം, എന്നിട്ട് ഡാൻസ് അതിൻ്റെ ഭാഗമാക്കിക്കോ, പക്ഷെ ഒരിക്കലും അത് മെയിൻ ആക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ എന്തെങ്കിലും ആക്ടിവിറ്റി ഉള്ള ഒരു സംഭവം വേണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ യോഗയിലേക്ക് എനിക്കൊരു ഇൻട്രസ്റ്റ് വന്നു. അപ്പോൾ യോഗയിലും നമുക്ക് ബിരുദമാണ് കിട്ടുന്നത്. നാച്ചുറോപ്പതി സബ്ജക്ട്സിലും യോഗയിലും ബിരുദം കിട്ടുന്ന ഒരു കോഴ്സാണ് BNYS. അത് ധർമ്മസ്ഥല ആണ് ഞാൻ പോയി പഠിച്ചത്. അത് 5.5 വർഷത്തെ ഇതാണ്. അപ്പം നമ്മൾ പഠിക്കുന്നത് യോഗ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് എല്ലാ ദിവസവും 5:30 ഇവിടെ യോഗ പ്രാക്ടീസ് ഉണ്ട്, രാവിലെ എല്ലാ ദിവസവും എഴുന്നേൽക്കണം. പക്ഷെ അവിടെ നമ്മൾ ഇത് ചെയ്യുന്ന അസുഖ സംബന്ധമായിട്ട്, ഒരു വ്യക്തിക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ യോഗകളാണ് ആൾക്ക് ഇതായിട്ടുള്ളത്, ഏതൊക്കെയാണ് ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ളത്, ഏതൊക്കെയാണ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ളത്, ഇതാണ് നമ്മൾ ആ കോഴ്സിലൂടെ പഠിക്കുന്നത്. ഇതാണ് എൻ്റെ ഒരു ഇതിനകത്തേക്ക് വരാനുള്ളൊരു കാരണം. ഈ നാച്ചുറോപ്പതി എന്ന് പറയുമ്പോൾ നമുക്കൊരു ബേസിക് അണ്ടർസ്റ്റാൻഡ് വരുന്നത് പലപ്പോഴും ഈ എങ്ങനെയാണ്, മന്ത്രമില്ല, അല്ലെങ്കിൽ മരുന്നും മന്ത്രവും ഇല്ലാത്ത ഒരു അത്ഭുത വിദ്യയായിട്ടാണ് പലപ്പോഴും ഈ നാച്ചുറോപ്പതിയെ കാണുന്നത്. എന്നുള്ളത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്തത്? ഇപ്പോൾ ആയുർവേദവുമായിട്ട് എനിക്കൊന്ന് ഡോക്ടറെ പലപ്പോഴും ടാഗ് ചെയ്യുന്നത് ആയുർവേദ ഡോക്ടർ എന്ന രീതിയിലായിരിക്കും. പക്ഷെ ആയുർവേദവുമായിട്ട് ഇതിന് വലിയൊരു ബന്ധമില്ല, ഇത് മറ്റൊരു വിഭാഗമാണ്. എങ്ങനെയാണ് ഈ നാച്ചുറോപ്പതി എന്ന് പറയുന്നൊരു ഇതിനെ നോക്കി കാണുന്നത്? ഇപ്പം ആയുഷ് സിസ്റ്റത്തിലാണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു നാച്ചുറോപ്പതി മാത്രമാണ് ഒരു ഡ്രഗ്ലെസ് സിസ്റ്റം ഓഫ് മെഡിസിൻ. അതായത് മരുന്നുകളില്ല. അതായത് പഞ്ചമഹാഭൂതം കൊണ്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു വ്യക്തിയെ ചികിത്സിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഒരു മോഡേൺ അപ്രോച്ച് ഓഫ് നാച്ചുറോപ്പതി, അല്ലെങ്കിൽ നമ്മൾ പുറം രാജ്യങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഫങ്ഷണൽ മെഡിസിൻ അപ്രോച്ചാണ്. അതായത് നമ്മൾക്ക് സപ്ലിമെൻറ്റേഷൻ, അതായത് നമ്മളുടെ ശരീരത്തിൽ വൈറ്റമിൻസും മിനറൽസും അതുപോലെ പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കിൻ്റെയൊക്കെ അഭാവമുണ്ടെങ്കിൽ അതിനെ നിറച്ചു കൊടുക്കുക. അതായത് നിങ്ങളെ ഒരു ചെടിയായിട്ട് സങ്കല്പിച്ച് കഴിഞ്ഞാൽ
ഈ ചെടി ചില സമയത്ത് നമ്മൾ വളം ഇട്ട് കൊടുക്കൂലേ എന്ന് പറഞ്ഞ പോലെ ആ വളം ഇടുന്നത് ആണ് നമ്മൾ ആകെ കൂടി ഒരു സപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ ഇടും. പക്ഷേ എല്ലാ ദിവസവും വളം ഇടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ നാച്ചുറോപ്പതിയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രകൃതിയുമായിട്ട് മനുഷ്യൻ്റെ ഒരു സമ്പർക്കം, അതുപോലെ തന്നെ നമ്മൾക്ക് എന്തൊക്കെയാണോ ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ളത് അതിനെ സഫിഷ്യൻ്റ് ആക്കുക, നമ്മളുടെ കായികമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾക്ക് ഫിസിക്കലായിട്ടുള്ള എക്സസൈസുകൾ അത് യോഗയിലൂടെ നമ്മൾ പ്രദാനം ചെയ്യുന്നു എന്നുള്ള ഇങ്ങനെയാണ് അതിനെ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചായിട്ട് നമ്മൾ ശരീരത്തിനെ കാണുന്നു. ഈ നാച്ചുറോപ്പതി എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്കറിയാം പ്രകൃതിയാണ് ഇതിനകത്തെ ഡോക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രകൃതിയാണ് നമ്മൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ പഴയ കാലത്തെ ആളുകൾ പറയും നമ്മൾ കഴിക്കുന്ന ആഹാരമല്ല അതൊരു ഔഷധമാണ് എന്ന് പറയും. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ കഴിക്കുന്ന ആഹാരമാണെങ്കിലും അപ്പോൾ ഇതെല്ലാം ഒരു ഔഷധമായിട്ട് ഇന്ന് നമുക്ക് കാണാൻ കഴിയുമോ? ഒട്ടുമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ആ മണ്ണ് ഇപ്പം ഞാനൊരു വീഡിയോ ചെയ്ത അതും അതായത് കുട്ടികൾ മണ്ണിലും ചേറിലും മഴയിലും കളിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒത്തിരി കമൻറ്റ് സെക്ഷനിൽ ഒത്തിരി മാതാപിതാക്കൾ പറഞ്ഞു, ഡോക്ടറെ എങ്ങനെയാണ് ഇപ്പോഴത്തെ കാലത്ത് വിശ്വസിച്ച് നമ്മളൊരു മഴ കൊള്ളുക, ആസിഡ് റെയിൻ ആയിരിക്കും അല്ലെങ്കിൽ മണ്ണിൽ വളമായിരിക്കും, അത് പിള്ളേർക്ക് വേറെ വല്ല അസുഖങ്ങൾ. ഒരു പരിധി വരെ അത് അവർ പറഞ്ഞത് ശരിയാണ്. പക്ഷേ അത് എവിടെ നമുക്ക് അല്ലാത്ത സ്ഥലങ്ങളും ഉണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഒരു കടലിൻ്റെ സൈഡിൽ പോവുകയാണെങ്കിൽ നമ്മൾ അവിടെ ചെരുപ്പിട്ടുകൊണ്ട് നിന്ന് ആ കടലിൽ പോയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പോൾ മനുഷ്യൻ ചില സമയത്ത് ചെരുപ്പിടാതെ നടക്കേണ്ടടുത്ത് ചെരുപ്പിടാതെ നടക്കണം എന്ന് വെച്ചാൽ അതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണെങ്കിൽ നമുക്ക് ചെരുപ്പ് ഊരി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യത. എന്തുകൊണ്ടാണ് ചെരുപ്പ് നമ്മളിപ്പോഴും ചെറിയ പ്രായം തൊട്ടിട്ട് കിടക്കുന്നതാണ്. അതെ, എന്തിനാണ് ചെരുപ്പ് ഇടാതെ നമ്മൾ നടക്കേണ്ട ആവശ്യകത? കാരണം മണ്ണിൽ ആദ്യം തന്നെ നമ്മൾ പഴയ കാലത്തെ ആൾക്കാർ ചെരുപ്പ് കണ്ടുപിടിക്കുന്നതിനൊക്കെ മുമ്പ് ഈ ചെരുപ്പ് എന്ന് പറഞ്ഞൊരു സാധനം ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടാണല്ലോ തന്നത്. ഇപ്പം എൻ്റെ മുത്തച്ഛൻ ഒരു തവണ പറഞ്ഞിട്ടുണ്ട് എണ്ണ കണ്ടുപിടിച്ചത് ശരിക്കും ഒരു മരുന്നായിട്ടാണെന്ന്. അപ്പം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു ചിലപ്പോൾ ഒരു മുള്ളുള്ളൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഒത്തിരി കല്ലുകളുള്ളതിനെ നമ്മുടെ കാലിൽ ഹേർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി കണ്ടുപിടിച്ച ഒരു സാധനമായിരിക്കും. പിന്നീട് അത് നമ്മുടെ കംഫർട്ട് സോണായി മാറി എന്നുള്ളതാണ്. ശരിക്കും ഇതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല. ഡ്രസ്സ് ഇതെല്ലാം നമുക്ക് നമ്മുടെ മിനിമലിസ്റ്റ് ആയിട്ടാണല്ലോ ഇപ്പോൾ ആദിവാസി ഇപ്പോൾ ആമസോണിലും അല്ലെങ്കിൽ നമ്മൾ പല എന്താ പറയുക ട്രൈബ്സുകളെയൊക്കെ നോക്കുവാണെങ്കിൽ അവർക്ക് ഇത്രയും കംഫർട്ട് സോൺസ് ഉണ്ടോ? ഇതൊക്കെ നമ്മുടെ കംഫർട്ട് സോൺ ആയിട്ടാണല്ലോ പറയുന്നത്. ചെരുപ്പിടാതെ നടന്നു കഴിഞ്ഞാൽ ചെരുപ്പിട്ട് നടന്നാൽ നമുക്ക് എന്ത് പ്രശ്നമാണ് വരാൻ പോകുന്നത്? ചെരുപ്പിട്ട് നടന്നു കഴിഞ്ഞാൽ പറഞ്ഞ പോലെ കാല് ചെളിയാവില്ല, നമുക്കൊന്നും ഉണ്ടാവില്ല. പക്ഷേ മണ്ണിൻ്റെ കൂടെ നമ്മൾ സ്പർശം വരുമ്പോൾ നമ്മളുടെ ഏറ്റവും കൂടുതൽ നെർവ് എൻഡിങ്സ് വരുന്നത് എവിടെയാണ്? നമ്മുടെ കൈയിൻ്റെ തുമ്പുകളിലും കാലിലും. അപ്പം ഇത് നമ്മൾ ഓരോ കല്ലിലും അല്ലെങ്കിൽ മണ്ണിലും ഇത് ആ ഒരു സ്പർശം ഇത് വരുമ്പോഴത്തേക്കും നമ്മളുടെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷനാണ് കൂടുന്നത്. ഈ കാലും ബ്രെയിനുമായിട്ട് നല്ല ബന്ധമുണ്ട്. കാരണം രക്തോട്ടം കിട്ടുന്നത് ഇപ്പോൾ പലരും എന്തുകൊണ്ടാണ് അക്യുപ്രഷറിൻ്റെ ചെരുപ്പുകൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത്? അപ്പോൾ അവർ പറയാറുണ്ട് അവരുടെ കാലിൻ്റെ അടിയിൽ തരിതരിപ്പാണ് അല്ലെങ്കിൽ നംനെസ്സാണ്. അപ്പോൾ അവർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് റിഫ്ലക്സോളജി പാത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പല നാച്ചുറോപ്പതി വലിയ ഇൻഫ്രാസ്ട്രക്ചറുള്ള ഹോസ്പിറ്റൽസിലൊക്കെ അവർ പല രീതിയിലുള്ള പെബിൾ സ്റ്റോൺസ് അങ്ങനത്തെ സ്റ്റോൺസിൻ്റെ ഒരു പാത്ത് തന്നെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ കല്ലിൻ്റെ മുകളിലൂടെ നടക്കുമ്പോൾ ഓരോ രീതിയിലുള്ള ഫുഡ് റിഫ്ലക്സോളജി പോയിൻറ്റ്സ് ആണ് അവിടെ ആക്ടിവേറ്റ് ആവുന്നത്. അത് നമ്മുടെ ബ്രെയിനിലേക്ക് മാത്രമല്ല നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ ഉള്ളിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ വരെ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് കണ്ടുപിടിക്കുന്നത്. അപ്പം നമ്മൾ മണ്ണിൽ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ നമുക്ക് നടന്നു കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് ആ ഒരു എന്താ പറയണ ഒരു തണവും, അതുപോലെ തന്നെ എനിക്ക് പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ തൊട്ടടുത്ത് കാവുണ്ട്. ആ കാവിൽ നമുക്ക് എന്തായാലും ചെരുപ്പ് ഊരിയിട്ടല്ലേ കയറാൻ പറ്റുള്ളൂ. അപ്പം എനിക്ക് അത്രയും നേരം ഞാൻ ഈ ചുറ്റുംപുറം നടന്ന് ക്ലിനിക്കിലും പോയി എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവിടേക്ക് ആ കാല് സ്പർശിക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സുഖം എനിക്ക് തോന്നാറുണ്ട്. കാരണം മണ്ണിൻ്റെ ആ തണുപ്പ് അല്ലെങ്കിൽ നമ്മൾ പാടത്ത് പോയിട്ട് നമ്മൾ കാല് തീയുമ്പോൾ നമ്മൾ ഒരു സൈക്കോളജി ഇല്ലേ, നമുക്ക് ഭയങ്കരമായിട്ടൊരു കുട്ടികളെ പോലെ നമുക്കതൊന്ന് ചവിട്ടാൻ തോന്നും. അപ്പം അതൊക്കെ നമ്മുടെ ഓട്ടോമാറ്റിക് റെസ്പോൺസാണ് നമ്മുടെ ബോഡിയുടെ. അപ്പം അത് നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്ത പ്രാവശ്യം രാഹുൽ ഒരു കടൽ ചുമ്മാ ചെരുപ്പിട്ട് വളരെ നീറ്റായിട്ടൊന്ന് നടന്നു നോക്കുക. അത് കഴിഞ്ഞിട്ട് ആ ചെരുപ്പ് ഊരിയിട്ട് നല്ല രീതിയിൽ മറ്റേ മണ്ണൊക്കെ ആയിട്ടൊന്ന് കളിച്ച്, അതുപോലെ തന്നെ നമ്മൾ കാലുകൊണ്ടൊക്കെ ഇങ്ങനെ വരച്ച് വെള്ളമൊക്കെ നനഞ്ഞിട്ടൊന്ന് ഫീൽ ചെയ്ത് നോക്കി. നമുക്ക് മനസ്സിനും ശരീരത്തിനും ഒരു സുഖം തോന്നുന്നു എന്നുള്ളതാണ് അതുകൊണ്ടുള്ളൊരു ഗുണം. അപ്പം റിഫ്ലക്സോളജി, ഫുഡ് റിഫ്ലക്സോളജി ആണ് ഇതിൻ്റെ സയൻറ്റിഫിക് ആയിട്ട് പറഞ്ഞാൽ, അല്ലാതെ മെൻ്റലി ഇമോഷണലി ഒരു മനുഷ്യനെ ഹീൽ ചെയ്യും എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നിയിരിക്കുന്നത്. ഈ മണ്ണ് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്?
മണ്ണെന്ന് പറയാൻ ഇപ്പോൾ ചെറുപ്പത്തിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ ഒത്തിരി മുമ്പുള്ള ആളാണ്. എൻ്റെയൊക്കെ ഒരു 70 ഞാൻ 80 കിഡ് ഇതിനകത്ത് വരുന്നത്. ആ 80s വരുന്ന ആൾക്കാരാണെങ്കിൽ ഞങ്ങളൊക്കെ ഈ കുഴിയാനയൊക്കെ പിടിച്ചിട്ടുണ്ട് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ. നിങ്ങൾ പിടിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. അപ്പോൾ കുഴിയാന തോണ്ടുക, അതുപോലെ തന്നെ നമ്മൾ ഉറുമ്പിൻ്റെ ഒരു വഴിയൊക്കെ നോക്കുക, അതുപോലെ തുമ്പിയെ പിടിക്കുക, ഇതിനെ നൂലിട്ട് കെട്ടുക, ഇങ്ങനത്തെ ഉള്ള കുറേ ഇത് നമ്മൾ. പിന്നെ ഇലഞ്ഞിപ്പൂ ഒക്കെ നമ്മൾ പെറുക്കി, ഇപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ അതൊക്കെ കോർക്കുക. ചെരുപ്പൊന്നും ഇടാറേ ഇല്ല. മുള്ളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്ന് വെച്ച് ആ മുള്ളൊക്കെ കളയുക. ഇതൊക്കെ ഒരു ആചാരങ്ങളായിരുന്നു നമ്മളുടെ ചെറുപ്പത്തിൻ്റെ കുറേ ഇതാണ്. പിന്നെ മാടം വെച്ച് കെട്ടുക, അതായത് കുഞ്ഞു കുഞ്ഞു വീട് ഇങ്ങനെ വെച്ച് കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ മറ്റേ കടക്കാരനായിട്ടും അങ്ങനെയൊക്കെ. ഇതൊരു നല്ലൊരു, ഞാൻ പറയണ, എനിക്ക് ആ കാലഘട്ടം നമ്മുടെ കുട്ടികൾ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് ഒരു ബോറിംഗ് അല്ലേ എന്ന് ചിലപ്പോൾ ചോദിക്കാം. പക്ഷെ അത്രയും ഉള്ളൊരു സുഖമൊന്നും എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ കുട്ടികൾ അത്രയും പ്രകൃതിയുമായിട്ടും അത്ര സന്തോഷിച്ചും ആണോ അവർ ഇത് ചെയ്യണേ. കുറച്ച് ഗാഡ്ജറ്റ്സിൻ്റെ ഉള്ളിൽ അവർ പെട്ടുപോയിട്ടില്ലേ എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മണ്ണിലും ഒക്കെ കൈയിടുമ്പോഴും ഇത് ചെയ്യുമ്പോഴും നമുക്കൊരു നാച്ചുറൽ ഗട്ട് ഇമ്മ്യൂണിറ്റി വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ തന്നെ പറയുകയാണെങ്കിൽ നമ്മളുടെ ഈ പാലാരിവട്ടം മെട്രോയുടെ അടിയിലും അതുപോലെ ലുലുവിൻ്റെ ഭാഗത്തൊക്കെ ഒത്തിരി സ്ട്രീറ്റിലെ കുട്ടികളെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരൊക്കെ എന്തൊക്കെയോ വലിച്ചു വാരി കഴിക്കുന്നു. ഇവരൊക്കെ നല്ല ആക്റ്റീവായിട്ടും നല്ല സ്മാർട്ടുമായിട്ട് ഓടി നടക്കുന്നുണ്ട്. നമ്മുടെ ഈ 4 ചുമരിൽ AC കൊണ്ട് മൊബൈലും ഫുൾ ടൈം കളിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചു ഏത് സമയം ചുമച്ചും മൂക്ക് ചീറ്റിയും ആണ് ഇരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? പ്രകൃതിയുമായിട്ട് സമ്പർക്കമുള്ള കുഞ്ഞുങ്ങൾ വളരെ നന്നായിട്ട് വളരുന്നു. അവർക്ക് ഈവൻ ദോ അവർക്ക് ഫുഡ് കിട്ടിയില്ലെങ്കിൽ പോലും ഒരു സർവൈവ് ചെയ്യാണ്. അവര് പ്രകൃതി, അവര് മുഴുവൻ ചെളി, ഞാൻ പറയാം ചെളിവാരി തിന്നണം എന്നല്ല കേട്ടോ ഞാനിപ്പോൾ ഉദ്ദേശിച്ചത്. എന്തെങ്കിലും ഞാൻ പറയുമ്പോഴത്തേക്ക് അതിന് വേറെ രീതിയിൽ ഒരു വിപരീതം വരാറില്ല. ഞാൻ ഈ ചോദ്യം തന്നെ ചോദിക്കാൻ കാരണം ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഈ ക്ലേ വെച്ചിട്ട് ഇപ്പൊ നാച്ചുറോപ്പതി തന്നെ മണ്ണിൽ പോയി മൊത്തത്തിൽ കിടക്കുന്ന ഒരു സിസ്റ്റം ഒക്കെ ഉണ്ട്. അപ്പം മണ്ണിന് എന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിയുമോ എന്നാണ് ഞാൻ അതുകൊണ്ട് ചോദിക്കാൻ. ഫെർട്ടിലൈസേഴ്സ് ഉള്ള മണ്ണ് നമ്മൾ ചൂസ് ചെയ്യരുതെന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. കാരണം നമുക്കറിയാലോ ചില മണ്ണുകൾ സമ്പുഷ്ടമാണോ, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ വീട്ടിൽ അവിടെ രായമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെയുള്ള പാടത്ത് എന്തൊക്കെ ചെയ്യേണ്ടെന്നുള്ളത് എനിക്കൊരു ഐഡിയ ഉണ്ടല്ലോ. അപ്പം ആ പാടത്തുള്ള ചെളിയാണ് ഞാൻ കൊണ്ടുവരും. ഞാനിപ്പോൾ അങ്ങനത്തെ മഡ് തെറാപ്പി ഒന്നും ഞാൻ ചെയ്യുന്നില്ല. പക്ഷേ ഏതെങ്കിലും ഹോസ്പിറ്റലുകളിൽ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം ചെയ്ത് ഫെർട്ടിലൈസർ അടിച്ച മണ്ണാണോ എന്ന് ഉറപ്പ് വരുത്തിയില്ലെങ്കിൽ ഈ പറഞ്ഞതിന് ഗുണത്തിലേറെ ദോഷം വരാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ പേരൻസ് എന്നോട് ചോദിച്ച പോലെ തന്നെ ആ കുട്ടികളെ ഇപ്പോൾ ബോംബെയിലോ അങ്ങനെയൊക്കെയുള്ള വളരെ ഹൈലി പൊല്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥലത്ത് ഇതൊന്നും നടക്കില്ല. അപ്പം അവർക്ക് ആർട്ടിഫിഷ്യലി നന്നായിട്ട് കൾച്ചേർഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പാർക്ക് പോലത്തെ എന്തെങ്കിലും മേക്ക് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ വിടേണ്ട ഗതികേടിലേക്ക് ആയി ഓൾറെഡി. ഇനി അത് അങ്ങനത്തെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്ത് നമ്മൾ വിടാനേ പറ്റുള്ളൂ. പിന്നീട് ഈ നാച്ചുറോപ്പതിയിൽ നമുക്ക് വേറെ എന്തെല്ലാം മൊഡാലിറ്റികളാണുള്ളത്? അതായത് ഏതൊക്കെ രോഗങ്ങൾക്ക് പരിഹാരം നാച്ചുറോപ്പതിയിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയും? അപ്പോൾ കൂടുതലായിട്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയറ്റ് ഷാൽ ബി ദ മെഡിസിൻ എന്നാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആഹാരം തന്നെയാണ് നമ്മുടെ മെഡിസിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുവിധം ഞാൻ എപ്പോഴും എൻ്റെ മുത്തശ്ശൻ്റെ വീണ്ടും ഒരു കോട്ട് ഞാൻ പറയാം. അതായത് പണ്ട് മുത്തശ്ശൻ നന്നായിട്ട് ഈ പറമ്പിലുള്ള പണികളും അദ്ദേഹം ചെയ്യുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഔഷധശാലയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി പണിയെടുത്തിട്ട് കിണറ്റിൻ്റെ അവിടെ നിന്ന് വെള്ളം കോരി കാലിലൊഴിച്ചിട്ട് ചെളിയൊക്കെ കളഞ്ഞ് തിരിച്ചു കയറിയുമ്പോൾ എനിക്ക് ഇന്ന് ഇത്രയും കഴിക്കാനുള്ള അർഹതയുണ്ട് എന്ന് പറയും. ഇന്ന് ഇത്രയും ചോറ് കഴിക്കാനുള്ള അർഹത എനിക്കുണ്ടെന്ന് പറയും. അത്രയും പണി ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മളോട് ചോദിക്കേണ്ട ഒരേ ഒരു ക്വസ്റ്റ്യൻ, എനിക്ക് ഇത്രയും കഴിക്കാനുള്ള അർഹതയുണ്ടോ എന്നാണ്. നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ മീലിനും നമ്മൾ അങ്ങനെ ഒരു ചോദ്യം നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ പകുതി പ്രശ്നങ്ങൾ മാറും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള IT പ്രൊഫഷണലായിക്കോട്ടെ, എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ബാങ്ക് ഉദ്യോഗസ്ഥരാണ്. കാരണം 9 to 9 പണിയെടുക്കുന്ന ഒരു വിഭാഗമാണ് ഈ ബാങ്കിലുള്ളവർ. IT ഫീൽഡ് ആവട്ടെ, അവർ അമേരിക്കൻ ടൈമിൽ വർക്ക് ചെയ്ത് അവരുടെ ഡേ ആൻഡ് നൈറ്റ് മാറിക്കിടക്കുന്ന ഒരു സെക്ടറാണ് അവിടെ. വളരെ ചിട്ടയായിട്ട് പോകുന്നത് എനിക്ക് തോന്നുന്നു ഗവൺമെൻറ് സെക്ടർ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ സെക്ടറും ശരിക്കും പറഞ്ഞാൽ അവരുടെ ഫുള്ള് മെസ്സി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിൽ കൂടെ പോകുന്നു. ഒറ്റ കാര്യം അവർ ചെയ്താൽ മതി. ഇപ്പോൾ അവരുടെ ഷിഫ്റ്റ് മാറ്റാൻ പറ്റില്ല, ഒന്നും പറ്റാൻ പറ്റില്ല. അതേപോലെ നിങ്ങളുടെ ഇതാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നന്നായിട്ട് ആഹാരം കഴിക്കുന്നുണ്ടാവില്ല. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സൈഡിൽ മീഡിയക്കാർ
അവർ ചിലപ്പോൾ കൂടുതലും ടൈമിൽ ചായയും പരിപ്പുവടയും വടയും തന്നെയായിരിക്കും അവരുടെ കൂടുതലുള്ള പൊറോട്ടയും, പിന്നെ കൂടി വന്ന ഒരു ഡബിൾ ഓംലെറ്റ് മാത്രമായിരിക്കും നിങ്ങളുടെ ഒരു നല്ല ആഹാരം, പിന്നെ ദോശയും. എനിക്ക് എല്ലാവരുടെയും ഞാൻ ലൈഫ് സ്റ്റൈൽ ഞാൻ നോക്കിയിട്ടുണ്ട്, എന്താണ് അവർ കഴിക്കണമെന്നും ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പം പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇതിനെ ഒന്നും മാറ്റാനായിട്ട് പറ്റില്ല. ആദ്യ ലൈഫ് നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇതെന്തോരം ഈ കഴിക്കാനുള്ളത് എൻ്റെ ഇമോഷണലി എന്നെ സാറ്റിസ്ഫൈ ചെയ്യുവാണോ അതോ എൻ്റെ ഫിസിക്കൽ നീഡാണോ? ആഹാരത്തിന് വേണ്ടിയിട്ട് ഞാൻ ജീവിക്കുകയാണോ അത് ജീവിക്കാൻ വേണ്ടി ഞാൻ ആഹാരം കഴിക്കുകയാണോ? ഈറ്റ് ടു ലീവ് ഓർ ലീവ് ടു ഈറ്റ്, ലീവ് ടു ഈറ്റ്. ഈ ഒരു കോട്ട് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ 50% പ്രശ്നം ഇന്ന് തന്നെ തീരും. അപ്പോൾ ഈ ആഹാര ശൈലി നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ മാറുമെന്നാണ് പറയുന്നത്. ഇപ്പം ഒരു ഏകദേശം 50% പ്രശ്നം, അതായത് രാഹുലിനെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണ്? രാഹുൽ കഴിച്ച ആഹാരമല്ലേ? അല്ലെങ്കിൽ അതിനകത്തൊരു കുറച്ച് കാര്യങ്ങൾ മാത്രം അമ്മയുടെ അച്ഛൻ്റെ ഉണ്ടാവും. പക്ഷേ രാഹുൽ എന്താണോ ഇന്ന് കഴിക്കുന്നത് അത് തന്നെയാണ് രാഹുലിൻ്റെ എനർജി, അല്ലെങ്കിൽ ATP പ്രൊഡ്യൂസ് ചെയ്യുന്നതും എനർജി ഉണ്ടാക്കുന്നതും ക്ഷീണം ഉണ്ടാക്കുന്നതും ലോ ആവുന്നതും ഹൈ ആവുന്നതും ഒക്കെ എന്താണ്? രാഹുൽ കഴിച്ച ആഹാരമാണ്. എന്നെ നിർമ്മിച്ചിരിക്കുന്നത് ഞാൻ കഴിച്ച ആഹാരവും ഞാൻ ചെയ്യുന്ന എക്സസൈസുമാണ്. അപ്പോൾ ആഹാരവും എക്സസൈസും തന്നെയല്ലേ ഒരു മനുഷ്യൻ്റെ ആരോഗ്യം നിർണ്ണയിക്കുന്നത്? അതെ, തീർച്ചയായിട്ടും. അപ്പം അത് തന്നെയാണ്. അപ്പം നമ്മൾ എന്ത് ആഹാരം കഴിക്കുന്നു എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്ക് ടു മൈ മുത്തശ്ശൻ കോട്ട്, അതായത് നമ്മളൊരു പണി നന്നായിട്ട് എടുത്തിട്ട് എന്ത് കഴിച്ചാലും അത് ദഹിച്ചു പോകും. അതാണ് പണ്ടത്തെ കർഷകന് എന്തും കഴിക്കാം. പണ്ടത്തെ അല്ല ഇപ്പോഴത്തെ കർഷകർക്കും എന്തും കഴിക്കാം. കാരണം അവർ അത്ര എന്താ പറയുക, എല്ല് മുറുകെ പണിയെടുത്ത് പല്ല് മുറുകെ കഴിക്കാം എന്നുള്ളൊരു ചൊല്ലുണ്ട്. പക്ഷെ നമ്മൾ എല്ല് മുറുകെ പണി ചെയ്യുന്നുണ്ടോ? ഇല്ല, ഓരോരുത്തർക്കും ഓരോ പണികളാണ്. അപ്പോൾ പഴയ കാലത്തെ കൂട്ട് ഇപ്പോൾ ഹാർഡ് വർക്ക് ജോലികളൊന്നും അല്ല, ചിലത് ക്രിയേറ്റീവ് ആയിട്ടുള്ളതായിരിക്കും. അപ്പം അതാ പറഞ്ഞത്, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മോസ്റ്റ് ഓഫ് ദ വർക്ക് എന്തായി? സിംപ്ലിഫൈഡ് ആയി, അല്ലെങ്കിൽ മെഷീൻസ് ആയി. ഇപ്പം ഞങ്ങളുടെ തന്നെ കാര്യം, ഇപ്പം ഞാൻ ആദ്യകാലങ്ങളിൽ ഞാൻ നന്നായിട്ട് തുടയ്ക്കാനായിട്ട് തുണി എടുത്തിട്ട് നിലത്ത് ഇരുന്ന് തുടയ്ക്കണമായിരുന്നു. പിന്നെ അത് കോലായി, പിന്നെ അതിപ്പോൾ സ്ക്വീസ് ചെയ്തിട്ടുള്ള ഇതായി, ഇപ്പോൾ റോബോട്ട് മെഷീനായി. അപ്പോൾ ഇനി അടുത്ത ഇത് വരുമ്പോഴത്തേക്കും ഞാനൊരു റിമോട്ട് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ എല്ലായിടത്തേക്കും ആവും പൊക്കോളും തുടയ്ക്കാനായിട്ട്. അപ്പം ആരുടെ പണിയാണ് അവിടെ കുറഞ്ഞത്? എൻ്റെ ഫിസിക്കൽ. അപ്പം എൻ്റെ അമ്മയും അല്ലെങ്കിൽ അമ്മൂമ്മയുടെ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു? അപ്പം ആ പണി കുറയുന്നതിൻ്റെ അനുസരിച്ച് നമ്മുടെ ആരോഗ്യവും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അരവയറ് പോലും ആഹാരം കഴിക്കേണ്ടെന്ന് ഞാൻ പറയും. പക്ഷേ ഈ ഫിസിക്കൽ വർക്ക് പോലെ തന്നെയല്ലേ നമ്മുടെ മെൻ്റൽ വർക്ക് എന്ന് പറയുന്നത്? മെൻ്റലി നമ്മൾ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുകയല്ലേ? അപ്പോൾ അതിൽ എങ്ങനെയാണ് കണക്റ്റ് ആവുന്നത്? മെൻ്റൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മെൻ്റലി ഉള്ള ഫുഡാണ് കഴിക്കേണ്ടത്. അതായത് ഫോർ എക്സാമ്പിൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ബ്രെയിൻ ഫുഡ്സ് എന്ന് പറയും. അതായത് നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ കുറച്ച് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ലോജിക്കലി തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നമുക്ക് ഫോക്കസ് വേണ്ട ഒരു കാര്യമാണ്, കോൺസെൻട്രേഷൻ വേണ്ട കാര്യമാണ്, ഒരു മീറ്റിംഗ് ആണ്. അന്നേരം നിങ്ങൾക്കൊരു ഹാൻഡ്ഫുൾ ഓഫ് നട്ട്സും ഒരു ബോൾ ഓഫ് സ്ട്രോബെറീസ് അല്ലെങ്കിൽ ബെറീസിൻ്റെ വിഭാഗത്തിലുള്ള എന്തെങ്കിലും ഒരു സാധനം, അത്രയും മാത്രം മതി നിങ്ങൾക്ക് ലോജിക്കൽ തിങ്കിങ്ങിന് വേണ്ടിയിട്ട്. നമുക്ക് സൈക്കോളജിക്കലി നമുക്ക് തോന്നുവാണ് ഇത്രയും ഭക്ഷണം കഴിച്ചാലാണ് ഞാൻ ഹാപ്പി ആവണമെന്നുള്ളത്. നേരത്തെ രാഹുൽ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ അതേ ഇത് തന്നെ, അത് ഇമോഷണൽ ഈറ്റിങ്ങിൽ പെടുന്നതാണ്. നമ്മൾ ഫിസിക്കലി ചെയ്താൽ മാത്രമാണ് നമ്മൾക്ക് എക്സേഷൻ വന്നിട്ട് അത്രയും ഏറെ ഫുഡ് നമുക്ക് ഉള്ളിലേക്ക് ചെലുത്തേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ മെൻ്റലി ഡ്രെയിൻഡ് ആകുമ്പോഴത്തേക്കും നമ്മളെ ഹാപ്പി ആക്കാനായിട്ടുള്ള ബ്രെയിൻ ഫുഡ്സാണ് നമ്മൾ കഴിക്കേണ്ടത്. അതിന് അത്ര ക്വാണ്ടിറ്റി വേണമെന്നില്ല, ക്വാളിറ്റിയാണ് അവിടെ പ്രധാനം.